ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു മോഡേൺ സ്റ്റൈലിൽ പണിതിട്ടുള്ള മനോഹരമായ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. മനോഹരമായ 3 ബെഡ്റൂമും പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന നല്ല ഭംഗിയിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. LED ലൈറ്റുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. 2 വണ്ടി ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന ഒരു വീതി ഈ കാണുന്ന റോഡിന് ലഭിക്കുന്നുണ്ട്. ചുറ്റുമതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാഡിംഗ് ടൈലും LED ലൈറ്റും GAയുടെ സ്ക്വയർ ട്യൂബെല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ട് ചുറ്റുമതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ LED സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 17 അടിയോളം നീളം വരുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ളൊരു കവേർഡ് കാർ പോർച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം പോയി നോക്കാം. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭാഗത്ത് ചെറിയൊരു ഫൗണ്ടൻ എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് നമ്മൾ കണ്ടു. വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളി ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഡോറ് തുറന്ന് കയറി ചെല്ലുന്നത് മനോഹരമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഫ്രഞ്ച് വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും കാണാം. വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. അവിടെ ചെറിയ ചെറിയ ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലാണ് ആ കാണുന്ന ഷെൽഫെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ഹോള് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ക്രോക്കറി ഷെൽഫെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് കാണാം. അവിടെയെല്ലാം ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കവർ പൊളിച്ച് കളയാനുണ്ട്. കബോർഡ് വർക്കിൻ്റെ മുകളിലുള്ള ഷീറ്റ് പൊളിച്ച് കളയാനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. വലിപ്പമുള്ള വിൻഡോകളാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുറത്തായി നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് വരിക. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും നമുക്ക് കാണാം. നേരെ കാണുന്ന ഭിത്തിയിൽ ബേ വിൻഡോ രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. സീലിംഗിലാണ് നമുക്ക് ലൈറ്റും എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നത്.
സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം ഉപയോഗിച്ച് മനോഹരമായാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന മനോഹരമായൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജിയുടെ പൈപ്പിൽ വുഡിൻ്റെ ടോപ്പെല്ലാം കൊടുത്ത് ഹാൻഡ് റെയിലും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലുള്ള ഒരു പർഗോള നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. മനോഹരമായി തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായി അതേ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും താഴെ കണ്ട പോലെ കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഇവിടെയും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുക. മനോഹരമായി തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. 3ാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായി വരുന്നത്. ഈ ബെഡ്റൂമിന് ഏകദേശം 13 അടി നീളവും 12.5 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കും മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിപ്പമുള്ള വിൻഡോകൾ ഇവിടെ വെളിച്ചം കൂടുതലായി ലഭിക്കുന്നു. ഇതിനും സെപ്പറേറ്റ് ആയി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. വലിപ്പമുള്ള ബാത്റൂം ഈ ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് പോകാനുള്ളത്. സ്റ്റഡി റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 1600 സ്ക്വയർ ഫീറ്റിൽ 3+ സ്റ്റഡി റൂമോട് കൂടി വരുന്ന 3 സെൻറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 74 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.